ഇന്ന് നമ്മൾ തേർഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. വിസ്കോസിറ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് വിസ്കസ് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സം ലെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടാണ് ഒരു ഫ്ലൂയിഡ് ഉള്ളത്. അപ്പോൾ അത് ഗ്യാസ് ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും അതിനകത്ത് ഒന്നിലധികം ലെയേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ലിക്വിഡ് മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ലെയറുകൾ പരസ്പരം സ്ലൈഡ് ചെയ്തിട്ട് ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് സ്ലൈഡ് ചെയ്തിട്ട് ആണ് മൂവ് ചെയ്യുന്നത്. അതിപ്പോൾ ലിക്വിഡ്സിൻ്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിൻ്റെ ഫ്ലോനെ പറ്റി നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഫ്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലൻറ്റ് ഫ്ലോയും. സ്ട്രീം ലൈൻ ഫ്ലോ ആണെങ്കിൽ ഈ ലെയേഴ്സൊക്കെ പരസ്പരം പാരലായിട്ട് മൂവ് ചെയ്യും. ടർബുലൻറ്റ് ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ ലെയേഴ്സ് പരസ്പരം മിക്സ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ലെയേഴ്സ് ലിക്വിഡിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിനകത്ത് ലെയേഴ്സ് ഇങ്ങനെ പരസ്പരം മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഘർഷണ ബലമാണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെയേഴ്സിൻ്റെ വെലോസിറ്റി കുറയ്ക്കാനും ആ ലെയേഴ്സിൻ്റെ മൂവ്മെൻറ്റിനെ ഓപ്പോസ് ചെയ്യാൻ പ്രതിരോധിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്ലൂയിഡിനകത്തെ ലെയേഴ്സ് പരസ്പരം സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ ആ ലെയേഴ്സിൻ്റെ ഇടയിലുണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ പറയുന്ന പേരാണ് വിസ്കസ് ഫോഴ്സ് എന്നുള്ളത്. നമുക്കറിയാവുന്നതാണ് ഡെയിലി ലൈഫിൽ. ഇപ്പം നമുക്ക് പരിചിതമായിട്ടുള്ള രണ്ട് ലിക്വിഡ്സ് എടുക്കുകയാണെങ്കിൽ ഒന്ന് വാട്ടർ, പിന്നെ അതേപോലെ ഹണി എടുക്കുക. അപ്പോൾ വാട്ടറിനെ നമ്മളൊരു സർഫസിലൂടെ മൂവ് ചെയ്യിക്കുമ്പോൾ വാട്ടർ പെട്ടെന്ന് ഒഴുകിപ്പോകുന്ന ഒരു തരം ലിക്വിഡാണ് അല്ലേ. പക്ഷേ ഹണി എന്ന് പറയുന്നത് തേന് നമ്മൾക്ക് അങ്ങനെ വാട്ടറിനെ പോലെ ഒഴുകുന്ന ഒരു ലിക്വിഡാണ്. ഒരു പ്രതലത്തിലൂടെ തേനിനെ മൂവ് ചെയ്യിക്കാനായി ഒഴുക്കി വിടാനായിട്ട് പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതൊരു ഹൈലി വിസ്കസ് ഫ്ലൂയിഡാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ ലിക്വിഡിൻ്റെ ലെയറുകളുടെ ഇടയിലുണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലായതുകൊണ്ടാണ് തേനെന്ന് പറയുന്ന ലിക്വിഡിന് വളരെ ഈസി ആയിട്ട് വാട്ടറിനെ പോലെ ഫ്ലോ ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് ഫ്ലൂയിഡ് വെൻ ദേ മൂവ് ഫാസ്റ്റ്. ഒരു ഫ്ലൂയിഡിൻ്റെ ലെയേഴ്സ് പരസ്പരം മൂവ് ചെയ്യുമ്പോൾ ആ ലെയേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഘർഷണ ബലമാണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ വിസ്കസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എപ്പോഴും ഫ്ലൂയിഡിൻ്റെ മോഷനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ലെയേഴ്സിൻ്റെ മൂവ്മെൻറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ്, മൂവ്മെൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിസ്കസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ അത്തരത്തിൽ രണ്ട് ലെയറുകൾ കൺസിഡർ ചെയ്യുക. ഞാനിവിടെ രണ്ട് ലെയറുകൾ വരച്ചിട്ടുണ്ട്. ഒന്ന് V1 എന്ന് പറയുന്ന വെലോസിറ്റിയോട് കൂടി മൂവ് ചെയ്യുന്നു, മറ്റൊരു ലെയർ V2 എന്ന് പറയുന്ന വെലോസിറ്റിയോട് കൂടി മൂവ് ചെയ്യുന്നു. രണ്ട് പാരലൽ ലെയേഴ്സാണ്. ദെൻ ആ ലെയേഴ്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് D എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലെയേഴ്സ് പരസ്പരം മൂവ് ചെയ്യുമ്പോൾ ഈ ലെയറുകളുടെ ഇടയിൽ ഉണ്ടാവുന്ന വിസ്കസ് ഫോഴ്സ് എന്തിനാണ് ഡെവലപ്പ് ചെയ്യുന്നത്? വെലോസിറ്റി, ലെയറുകളുടെ വെലോസിറ്റി കുറയ്ക്കുന്ന തരത്തിലായിരിക്കും വിസ്കസ് ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ആ വിസ്കസ് ഫോഴ്സിനെ നമുക്ക് എഫ് എന്ന് എഴുതാം. എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ എന്ന് പറഞ്ഞാൽ ഏരിയയാണ്. ഓരോ ലെയറിൻ്റെയും കോണ്ടാക്ട് ചെയ്യുന്ന ഏരിയ ഓഫ് ഈച്ച് ലെയർ ഇൻ കോണ്ടാക്ട് എന്നാണ് പറയുന്നത്. എ ഇസ് ദ ഏരിയ. Then that viscous force F directly proportional to V1 minus V2 by D. അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഈ ലെയറുകളുടെ ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്ന വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ എ ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V1 മൈനസ് V2 ബൈ ഡി. ഈ V1 മൈനസ് V2 ബൈ ഡി എന്ന് പറയുന്ന ഈ ടേമാണ് വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ഡിസ്റ്റൻസ് ആണ്. വെലോസിറ്റിയുടെ ചേഞ്ച് V1 മൈനസ് V2 എന്ന് പറഞ്ഞാൽ രണ്ട് ലെയറുകളുടെ വെലോസിറ്റിയിലുണ്ടാവുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് D. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത്
ഡിസ്റ്റൻസ് d എന്നുള്ള ടേമാണ് വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. v1 - v2/d. എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ഈച്ച് ലെയർ ഇൻ കോണ്ടാക്റ്റ്, ഓരോ ലെയറിൻ്റെയും ഏരിയയാണ്. ദെൻ നമുക്കപ്പോൾ രണ്ട് ടേംസിനെയും കൂടി കമ്പൈൻ ചെയ്ത് എഴുതാം. വിസ്കസ് ഫോഴ്സ് എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ എ ആൻഡ് v1 - v2/d. ദെൻ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ടുവരും. ആ കോൺസ്റ്റൻ്റ് ആണ് ഈറ്റ. എഫ് ഈക്വൽ ടു ഈറ്റ എ ഇൻറ്റു v1 - v2/d. ഈ ഈറ്റനെ പറയുന്ന പേരാണ്, ഈറ്റ ഈസ് കോൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഈറ്റ എന്ന് പറയുന്ന ഈ കോൺസ്റ്റൻറ്റിനെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ദെൻ കൺസിഡർ ചെയ്യാം ഏരിയ എ ഈക്വൽ ടു 1 ആൻഡ് v1 - v2/d എന്ന വെലോസിറ്റി ഗ്രേഡിയൻറ്റ് 1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെ എന്ത് വരും? ഏരിയ എ 1 ആണ്, v1 - v2/d എന്ന് പറയുന്ന ടേം 1 ആയി കഴിഞ്ഞാൽ ഈക്വേഷൻ അനുസരിച്ച് എഫ് ഈക്വൽ ടു ഈറ്റ എന്ന് വരും. ദാറ്റ് ഈസ് എഫ് എന്ന് പറഞ്ഞാൽ വിസ്കസ് ഫോഴ്സ് ആണ്, ഈറ്റ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ എന്ത് കിട്ടി? കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്തിനോട് ഈക്വൽ ആയിട്ട് കിട്ടി? വിസ്കസ് ഫോഴ്സിനോട് ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റീനെ ഡിഫൈൻ ചെയ്യാം. ദ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വിസ്കസ് ഫോഴ്സ് നീഡ് ടു മെയിൻറ്റെയിൻ യൂണിറ്റ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ബിറ്റ്വീൻ ലെയേഴ്സ് ഓഫ് യൂണിറ്റ് ഏരിയ. അതായത് യൂണിറ്റ് ഏരിയ 1 ആയിട്ടുള്ള ലെയറുകളുടെ ഇടയിൽ വെലോസിറ്റി ഗ്രേഡിയൻറ്റിനെ, അതായത് v1 - v2/d എന്ന വെലോസിറ്റി ഗ്രേഡിയൻറ്റിനെ 1 ആക്കാൻ, യൂണിറ്റ് ആക്കാൻ വേണ്ടി ആവശ്യമായ വിസ്കസ് ഫോഴ്സാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് മീറ്റർ റൈസ് ടു -2. ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി കാണാനായിട്ട് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് രണ്ട് പാരലൽ ലെയേഴ്സ് ഓഫ് ലിക്വിഡ്. ഒരു ലിക്വിഡിൻ്റെ രണ്ട് പാരലൽ ലെയേഴ്സ് മൂവിങ് വിത്ത് ഡിഫറെൻറ്റ് വെലോസിറ്റീസ്. ആ വെലോസിറ്റിയാണ് v1 ആൻഡ് v2. ദെൻ ആ ലെയറുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് d എന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ലെയറുകൾ പരസ്പരം മൂവ് ചെയ്യുമ്പോൾ ആ ലെയറുകളുടെ ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്ന വിസ്കസ് ഫോഴ്സാണ് എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ എ. ഈ ലെയറുകളുടെ ഏരിയനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു v1 - v2/d. ഈ v1 - v2/d എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഗ്രേഡിയൻ്റ് ആണ്, എ എന്ന് പറഞ്ഞാൽ ഏരിയയാണ്. ദെൻ അപ്പോൾ രണ്ട് ടേമും കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ എ ആൻഡ് v1 - v2/d. ആ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഈക്വാലിറ്റി സൈൻ എഴുതുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റിനെ കൊണ്ടുവരും. ആ കോൺസ്റ്റൻ്റാണ് ഈറ്റ. എഫ് ഈക്വൽ ടു ഈറ്റ എ ഇൻറ്റു v1 - v2/d. ആ ഇക്വേഷനാണ് നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കസ് ഫോഴ്സിൻ്റെ ന്യൂട്ടൺസ് ലോ ഇൻ സ്ട്രീം ലൈൻ മോഷൻ. അപ്പോൾ ലെയേഴ്സ് പരസ്പരം പാരലായിട്ട് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സ്ട്രീം ലൈൻ മോഷനിലാണ്. അപ്പോൾ സ്ട്രീം ലൈൻ മോഷനിലുള്ള ന്യൂട്ടൻ്റെ ലോ, വിസ്കസ് ഫോഴ്സിനെ സംബന്ധിച്ച ന്യൂട്ടൻ്റെ ലോ ആണ് എഫ് ഈക്വൽ ടു ഈറ്റ എ ഇൻറ്റു v1 - v2/d എന്ന് പറയുന്നത്. ഈ ഈറ്റേനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് വിളിക്കുക. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏരിയ എയും v1 - v2/d എന്ന് പറയുന്ന വെലോസിറ്റി ഗ്രേഡിയൻറ്റും യൂണിറ്റ് ആണെന്ന്, അതായത് 1 ആണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ 1 ആകുമ്പോൾ ആ ഇക്വേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എഫ് ഈക്വൽ ടു ഈറ്റ എന്ന് കിട്ടും. അതിൽ നിന്ന് നമ്മൾ ഈറ്റ എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റീനെ ഡിഫൈൻ ചെയ്യാണ്. ഇറ്റ് ഈസ് ദ വിസ്കസ് ഫോഴ്സ് നീഡ് ടു മെയിൻറ്റെയിൻ യൂണിറ്റ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ബിറ്റ്വീൻ ലെയേഴ്സ് ഓഫ് യൂണിറ്റ് ഏരിയ. പിന്നെ അതിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ദെൻ അതിൽ നമ്മൾക്കൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്ലോ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. സ്ട്രീം ലൈൻ ഫ്ലോ എന്താണെന്നും ടർബുലൻറ്റ് ഫ്ലോ എന്താണെന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫ്ലോ എന്ന് പറയുന്ന മെക്കാനിസത്തിൻ്റെ അല്ലെങ്കിൽ ഫ്ലോയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സ്ട്രീം ഫ്ലോയിനെ കുറിച്ചിട്ടും ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ട് എഴുതേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ രണ്ട് തരത്തിലുള്ള ഫ്ലോ ആണുള്ളത്, സ്ട്രീം ലൈൻ ഫ്ലോയും ടെർബുലൻറ്റ് ഫ്ലോയും. സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത് വളരെ സ്മൂത്തായിരിക്കും, ടെർബുലൻറ്റ് ഫ്ലോ സ്മൂത്ത് ആയിരിക്കില്ല. ഇത് രണ്ടും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ്. ദെൻ സ്ട്രീം ലൈൻ ഫ്ലോയിൽ ലെയേഴ്സ് സ്ലൈഡ് ബൈ ഈച്ച് അതർ സ്മൂത്ത്ലി. ഓരോ ലെയറുകളും ലിക്വിഡ്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഫ്ലൂയിഡിനകത്തെ ലെയറുകൾ പരസ്പരം സ്ലൈഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ടർബുലൻറ്റ് ഫ്ലോയിൽ ലെയേഴ്സ് ആർ മിക്സ്ഡ് വിത്ത് ഈച്ച് അതർ. ലെയേഴ്സ് പരസ്പരം മിക്സ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുക. ദെൻ സ്ട്രീം ലൈൻ ഫ്ലോയിൽ പാർട്ടിക്കിൾസ് ഓഫ് വൺ ലെയർ നെവർ മിക്സ്ഡ് വിത്ത് പാർട്ടിക്കിൾസ് ഓഫ് അനദർ ലെയർ. ഒരു ലെയറിലെ പാർട്ടിക്കിൾസ്, ലിക്വിഡ് പാർട്ടിക്കിൾസ് മറ്റൊരു ലെയറിലെ പാർട്ടിക്കിൾസുമായിട്ട് ഒരിക്കലും മിക്സ് ചെയ്യില്ല സ്ട്രീം ലൈൻ ഫ്ലോയിൽ. പക്ഷേ ടർബുലൻറ്റ് ഫ്ലോയിൽ ഒരു ലെയറിലെ പാർട്ടിക്കിൾ മറ്റൊരു ലെയറിലെ പാർട്ടിക്കിളുമായിട്ട് മിക്സ് ചെയ്യുന്നു. ദെൻ എക്സാമ്പിൾ, സ്ട്രീം ലൈൻ ഫ്ലോയ്ക്ക് എക്സാമ്പിൾ, ഫ്ലോ ഓഫ് ലിക്വിഡ് ത്രൂ എ പൈപ്പ്. ഒരു പൈപ്പിലൂടെ അല്ലെങ്കിൽ ട്യൂബിലൂടെയൊക്കെയുള്ള ലിക്വിഡ്സിൻ്റെ ഫ്ലോ. പക്ഷേ ടർബുലൻറ്റ് ഫ്ലോയ്ക്ക് എക്സാമ്പിളായിട്ട് നമ്മളെപ്പോഴും പറയുന്നത് ഒരു റിവറിലൂടെയുള്ള വാട്ടർ ഫ്ലോ, ദെൻ ആർട്ടറീസിലൂടെയുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ ടർബുലൻറ്റ് ഫ്ലോയ്ക്ക് എക്സാമ്പിളാണ്.